സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വാസന്ത പഞ്ചമി നാളിൽ അനുപല്ലവി പഹാടി രാഗാണ്. 3 ശ്രുതിയാണ് ഒറിജിനൽ, 2.5 ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സ്ലോല് ചെയ്തരാം. വസന്തമോ സദാ 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 സസ. വസന്തമോ വന്നു സദാ സദാ വന്നു സദാ സദാ കഴിഞ്ഞു സദാ സ പ പ സദാ സ പ പ കഴിഞ്ഞു. വസന്തമോ സദാ സദാ സ സ വസന്തമോ സദാ സദാ സ സ വന്നു കഴിഞ്ഞു സ വന്നു സദാ 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 സ പ പ വന്നു കഴിഞ്ഞു സദാ 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 സ പ പ വന്നു കഴിഞ്ഞു സദാ 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 സ പ പ വന്നു സദാ 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 സ പ പ കഴിഞ്ഞു. അപ്പം വന്നു കഴിഞ്ഞു സദാ 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 സ പ പ. അടുത്തത് പഞ്ചമിയും ദപാരിരിരിഗ ധപ രിരിരിഗ. അരി വലുത് ദപാരിരിരിഗ. പഞ്ചമിയും പഞ്ചമിയും വന്നണഞ്ഞു രിരിരിരിഗരിസ വന്നണഞ്ഞു രി. ചെറിയ രി വലിയ രി. രി വലുത് ചെറുത്. ഗരിസ ഗരിസ വന്നണഞ്ഞു വന്നണഞ്ഞു. പഞ്ചമിയും ദപാരിരിരിഗ. പഞ്ചമിയും ദപാരിരിരിഗ വന്നണഞ്ഞു വന്നണഞ്ഞു രിരിരിരിഗരിസ വന്നണഞ്ഞു. മനസ്സിലായോ? പഞ്ചമിയും വന്നണഞ്ഞു ദപാരിരിരിഗരിസ പഞ്ചമിയും വന്നണഞ്ഞു. അടുത്തത് വന്നില്ലൻ വന്നില്ലൻ പഗ പപ്പ പദ പദ ഗ പഗ ഗരി ഗരി. പഴയ സെയിം സ്വരങ്ങൾ തന്നെ. പഗ പപ്പ പദ പദ ഗ പഗ ഗരി ഗരി. വന്നില്ലൻ കണ്ണിൻ മുന്നിൽ. സെപ്പറേറ്റ് ചെയ്തുതരാം. പഗ പപ്പ പദ പ വന്നില്ലൻ പഗ പപ്പ പദ പ വന്നില്ലൻ കണ്ണിൻ പഗ ഗ പഗ കണ്ണിൻ പഗ ഗ പഗ കണ്ണിൻ മുന്നിൽ ഗരി ഗരി മുന്നിൽ ഗരി ഗരി പഗ പപ്പ പദ പക. അവിടെ വന്നില്ലൻ പഗ 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 പ പഗപ്പ എന്ന് പറയണേ. പഗ പപ്പ പദ പ വന്നില്ലൻ പഗ പപ്പ പദ പ വന്നില്ലൻ കണ്ണിൻ പഗ ഗ പഗ കണ്ണിൻ മുന്നിൽ ഗരി ഗരി മുന്നിൽ
പ്രാവശ്യം കൂടി. കണ്ണിൻ മുന്നിൽ പഗ പപ്പ പദ പഗ പഗ വരേണ്ടയാൾ പഗ 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 സ വരേണ്ട പഗ 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 വരേണ്ടയാൾ സാ പഗ 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 സ വരേണ്ടയാൾ പഗ 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 സ ത്രൂഡ് ലയമാണല്ലേ. പഗ 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 സ വരേണ്ടയാൾ കിട്ടിയില്ലേ? ഇപ്പം വരേണ്ടയാൾ പഗ 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 സ സ മാത്രം സ സ ദ സ പ. മാക്സിമം ലയം സ്വരം കട്ടായത് കൊണ്ടാണ് കേട്ടോ, അല്ലെ കുറച്ച് കുറയുന്നത്. മാക്സിമം ഞാൻ ചെയ്തുതരാം. വരേണ്ടയാൾ മാത്രം സാസ ദസ ദാസ പ സ സ ദസ ദസ പ മാത്രം. ഓക്കെ, വാസന്ത പഞ്ചമി. അടുത്തത് ടൈപ്പ് മാറും, അതായത് വാസന്ത പസ പഗ പ പസ പഗ പ വാസന്ത പഞ്ചമി സദാ സ പഞ്ചമി സദാ സ നാളിൽ സമമത ഗ സ ഗ സമമധ ഗ സ ഗ മ ചെറുതായിരിക്കേ. നാളിൽ സമമധ ഗ സ ഗ സോറി ഗ നാളിൽ ഒറ്റ പ്രാവശ്യം കൂടി. വാസന്ത പസ പഗ പ വാസന്ത പഞ്ചമി സദാ സ പഞ്ചമി നാളിൽ സമമത ഗ സ ഗ. മനസ്സിലായോ? അപ്പൊ ഇത്രയും പഠിക്കുക, നന്നായി പഠിക്കുക. ഇത് പഠിപ്പിച്ചത് ക്രമം തെറ്റിക്കാതെ ക്രമപ്രകാരമാണ് ഞാൻ പഠിപ്പിച്ചത്. അത് ക്രമപ്രകാരം തന്നെ പഠിക്കുക, എന്നാ ഗംഭീരം. ഇവിടിപ്പോ ഒരു സംഗീതം പഠിക്കുകയാണെങ്കിലും ക്രമപ്രകാരം കൊണ്ടുവന്ന് മുന്നോട്ടേക്ക് അതായത് സരളി വരിശകൾ, ജണ്ട വരിശകൾ, പിന്നെ വക്രജണ്ട, ധാട്ട്, വക്രധാട്ട്, അങ്ങനെ അലങ്കാരങ്ങളിലെത്തും. അതെല്ലാം കഴിഞ്ഞിട്ടല്ലേ നമ്മള് പിന്നെ എന്താ പറയാ, അതില് മധ്യസ്ഥായി, കീഴ്സ്ഥായി, മേൽസ്ഥായി ഒക്കെ പോകും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനൊരു ക്രമപ്രകാരം പറയുകയാണെങ്കിൽ അതങ്ങനെ ക്രമപ്രകാരം പോകും. അപ്പോൾ അത് അറിയാം, ഞാൻ അത് ക്രമപ്രകാരം ഇപ്പൊ ക്രമപ്രകാരം അല്ല പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്, ക്രമപ്രകാരമേ പോകും. അങ്ങനെയാണ് ഗീതം കഴിഞ്ഞ്, ജതിസ്വരം കഴിഞ്ഞ്, സ്വരജതി കഴിഞ്ഞ്, വർണ്ണം കഴിഞ്ഞ്, കീർത്തനം കഴിഞ്ഞാണില്ല നമ്മൾ അങ്ങനെ പോകുന്നത് കണ്ടില്ലേ. അപ്പം എന്താ നമ്മൾ ചെയ്യേണ്ടത്? അങ്ങനെ പഠിച്ചു പോകുമ്പോഴേ ഉള്ളൂ നമ്മളൊരു വൃത്തിയായിട്ട് പാടാൻ കഴിയുക. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ ജീവിതം തന്നെ ഒരു ക്രമപ്രകാരം നമുക്ക് ചെയ്യാൻ കഴിയും. അതായത് ഞാനൊരു ചെറിയൊരു എക്സാമ്പിള്, ഒരു ഭരണി. ഈ ഭരണീന്റെ മുന്നിൽ വലിയ ഉരുളക്കല്ലും വെച്ചിട്ടുണ്ട്, ചരൽക്കല്ലും വെച്ചിട്ടുണ്ട്, പൂഴി വെച്ചിട്ടുണ്ട്, വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഭരണി നിറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രമപ്രകാരം ചെയ്യണം, എന്നാലും അത് നിറയുള്ളൂ. ആദ്യം തന്നെ ചരൽക്കല്ലോ പൂഴിയോ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അതിൽ കൊള്ളൂല. അപ്പൊ ആദ്യം ഉരുളക്കല്ല് കംപ്ലീറ്റ് അവിടെ ഇട്ട് കഴിഞ്ഞ് അതിന്റെ ആ ഒരു ഉള്ളിൽ കൂടെ നമുക്ക് ചെറിയ ചരല്, ഈ ചരലുകൾ കൊള്ളിക്കാം. ഫുള്ള് കൊള്ളിച്ച് കഴിഞ്ഞ് അതിന്റെ സുഷിരത്തിൽ കൂടെ നമുക്ക് പൂഴിയിടാം. പൂഴിയിട്ട് കഴിഞ്ഞിട്ട് എന്നാലും ഉണ്ടാവും അറിയാൻ കുറച്ച് വെള്ളം കൂടി നന്നായിട്ട് ഫുള്ള് ഒഴിച്ച് കഴിഞ്ഞാൽ ഫുള്ളായി. ഇതേമാതിരിയാണ് ജീവിതം. നമ്മൾ ആദ്യം തന്നെ
നമുക്കൊരു ജീവിതം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ജീവിതം നമ്മൾ വെള്ളം അടിച്ച് പൊളിച്ച് ജീവിച്ച് കുറെ വെള്ളം അടിച്ച് കുറെ മയക്കുമരുന്നിലൊക്കെ പോയി അവസാനം ഒരു 40-45 വയസ്സിൽ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയി കുട്ടികളെ കൃത്യമായി നോക്കാനും കഴിയില്ല. നമ്മളെ ജീവിതം മൊത്തത്തിൽ ആകെ ഡിസോർഡർ ആയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾ നെറ്റ്വർക്കൊക്കെ കാണുക. അതായത് വിഷമിച്ചിരിക്കുമ്പോൾ നെറ്റ്വർക്കിൽ ചേർന്ന് ഉള്ള പൈസയും സ്വത്തും ഒക്കെ വീട്ടിൽ നെറ്റ്വർക്കിലും ചേർന്ന് അതെല്ലാം പൊട്ടി നാശമായി ജയിലിലായി കംപ്ലീറ്റ് നമ്മളെ ജീവിതം മൊത്തം നശിച്ച്. അതേ സമയത്ത് നമ്മൾ പിന്നെ ഈ ശരിക്കും ഒരു ക്രമപ്രകാരം പോവുകയാണെങ്കിലോ ഒരു 10-25 വയസ്സിൽ നമ്മൾ അതിന് മുന്നേ ജോലിക്കൊക്കെ പോയി കഷ്ടപ്പെട്ട് ജോലിക്കൊക്കെ പോയി 25-26 വയസ്സിൽ നമ്മൾ കല്യാണം കഴിച്ച് നമുക്ക് അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ജോലി കൃത്യമായി ചെയ്യുന്നു, മിച്ചം വെക്കുന്നു, കുട്ടികളെ കൃത്യമായി പഠിപ്പിക്കുന്നു, മിച്ചം വെക്കുന്നതിന്റെ അതിന്റെ ഒരു കുറച്ചുകൂടി ഒരു വരുമാനത്തിൽ കൂടെ നമുക്ക് മറ്റുള്ളവർ ധർമ്മം ചെയ്യുന്നുണ്ട്. ഒക്കെ നല്ലപോലെ അതൊക്കെ ചെയ്യേണ്ടതെല്ലാം നമ്മൾ ചെയ്യുന്നു, ധർമ്മം ചെയ്യുന്നുണ്ട്, മിച്ചം വെക്കുന്നുണ്ട്. അങ്ങനെ പോയി നമ്മൾ നല്ലൊരു ഇതിൽ ക്രമപ്രകാരം ജീവിച്ചത് കൊണ്ട് കൃത്യമായി കുട്ടികളെയൊക്കെ നല്ലോണം വളർത്തി നല്ല വിദ്യാഭ്യാസമൊക്കെ നേടിക്കൊടുത്ത് എല്ലാം അവരും നല്ലൊരു നിലയിലെത്തി നമ്മളും നല്ലൊരു നിലയിലെത്തി. ലാസ്റ്റ് നമ്മൾ മരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് വേണ്ടത്? ആദ്യത്തത് ഇയാൾ നശിച്ചുപോയി, രണ്ടാമത്തത് നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നല്ലോണം മെഡിറ്റേഷനും ദൈവവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്, സത്കർമ്മം. അതാ ഞാൻ പറയുന്നത്, അങ്ങനെ ആണ് ജീവിക്കേണ്ടത്. നമ്മൾ അങ്ങനെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. ദൈവത്തെ കൂട്ടുപിടിച്ച് യഥോ ധർമ്മ തഥോ ജയാന്ന, ധർമ്മം എവിടെയാണോ അവിടെ വിജയം ഉണ്ടാവുള്ളൂ. എന്ത് കളിച്ചാലും അതുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.